79 എന്നുള്ളത് സംഖ്യയാണ്. ആ 79 അക്കങ്ങളാണ് 7ഉം 9ഉം. ഓക്കെ, സംശയം ഉണ്ടോ? ഇല്ലല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം കേട്ടോ, ചാറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾ സംസാരിക്കണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുകയും ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്, സംഖ്യകളും അക്കങ്ങളും. സംഖ്യയും അക്കങ്ങളും, സംഖ്യ അതിൽ അക്കങ്ങൾ. പിന്നെ എന്താണ് എണ്ണൽ സംഖ്യകൾ? അറിയാലോ എന്താ എണ്ണൽ സംഖ്യകൾ? എണ്ണാനുള്ള സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ. 1, 2, 3 തുടങ്ങി അങ്ങനെ വരുന്നതിനാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിസർഗ സംഖ്യകൾ എന്നും ചോദിക്കാറ്. ഹീരാവിനീഷ് കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. ചാറ്റ് ചെയ്ത് പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ചാറ്റ് ചെയ്യാം. അല്ല സംസാരിക്കണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യാം. കാരണം എല്ലാവരുടെയും കൂടി പിന്നെ അൺമ്യൂട്ട് ചെയ്താൽ നമുക്കൊന്നും കേൾക്കില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നിസർഗ സംഖ്യകൾ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ വരുന്നതാണ് അഖണ്ഡ സംഖ്യകൾ. എന്ത് ചെയ്യാം അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാല്? അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാല് എണ്ണൽ സംഖ്യകളോട് 0 കൂടി ചേരും, അത്ര മാത്രമേ ഉള്ളൂ. എണ്ണൽ സംഖ്യകളോട് കൂടി 0 ചേർന്നാൽ ആ ഇതിന് പറയുന്ന പേരാണ് അഖണ്ഡ സംഖ്യകൾ. അതൊന്നും സംശയമില്ലാത്ത കാര്യങ്ങളാണ്, കൂടുതൽ പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വരുന്നത് ഒറ്റ സംഖ്യകൾ, അറിയാലോ, കൂടുതൽ പറയണ്ട. 1, 3, 5, 7 തുടങ്ങുന്ന ഒറ്റ സംഖ്യകള്. പിന്നെ ഇരട്ട സംഖ്യകൾ. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മളൊന്ന് വെറുതെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് ഈ അഭാജ്യ സംഖ്യകളാണ്. എന്ത് ഈ അഭാജ്യ സംഖ്യകൾ? അതായത് ആ സംഖ്യ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രം ഹരിക്കാൻ പറ്റും, ബാക്കിയുള്ള ഒരു സംഖ്യ കൊണ്ടും ഹരിക്കാൻ കഴിയാത്തതിനെയാണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നല്ലതാണ്. നമുക്കറിയാം പിന്നെ 1 മുതലാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ തുടങ്ങുന്നത്. പക്ഷെ 1 അഭാജ്യ സംഖ്യയല്ല, ഭാജ്യസംഖ്യയാണ്. 1 നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ എവിടുന്ന തുടങ്ങുക? 2 മുതലാണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ, ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ. 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഒന്ന് നോട്ട് ചെയ്തോളൂ. അതൊന്നും കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. കാരണം പലപ്പോഴും 50 മുതൽ 70 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ തുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളിത് അഭാജ്യ സംഖ്യകൾ ആദ്യം കണ്ടുപിടിച്ചൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒന്ന് കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. 2 എഴുതിക്കോളും. 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97. മൊത്തം 25 സംഖ്യകളാവും ഉണ്ടാവും. മൊത്തം 25 സംഖ്യകൾ ഉണ്ടാവും 1 മുതൽ 100 വരെ. അത് വേണമെങ്കിൽ ഒന്ന് അറിഞ്ഞു വെക്കാൻ നല്ലത്. 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം 25 ആണെന്നുള്ളതും നമ്മളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്.
അതൊരു ഫോൺ നമ്പർ പോലത്തെ ഒരു കോഡില്ലേ സാറേ? അതെനിക്കറിയില്ല. നമ്മൾ വേണേൽ കോഡും മറ്റേ മെമ്മറി ടെക്നിക്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജിതിനറിയുക പറഞ്ഞോളൂ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടെ എങ്ങനെയാണത്. അത് ഞാൻ നോക്കിയിട്ട് ഞാൻ നാളെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. എനിക്ക് എടുക്കണം. ആയിക്കോട്ടെ, നമുക്ക് മെമ്മറി ടെക്നിക്സിൽ ഇഷ്ടം പോലെ അസോസിയേഷൻ പോലുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് വെച്ച് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഞാനിത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇതിൽ പുതുതായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞു. എന്തെങ്കിലും സംശയങ്ങളിൽ മാത്രം നോട്ട് ചെയ്യും. പിന്നെ വരുന്നത് എന്താണ്? പരിപൂർണ സംഖ്യ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക്. എന്താ പരിപൂർണ സംഖ്യ? അതിന്റെ ഘടകങ്ങളൊക്കെ പാടെ കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടണം. അതാണ് പരിപൂർണ സംഖ്യ. ഉദാഹരണം 6. 6ന്റെ പിന്നെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 1 ഉൾപ്പെടെ കൂട്ടാം. 1, 2, 3. അപ്പൊ 1, 2, 3, 3, 3, 6. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ പരിപൂർണ സംഖ്യ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ 6 ആണ്. അതിൽ ചെറുതൊന്നും കിട്ടാനില്ല. ഓക്കെ. പിന്നെ വരുന്നത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. പോസിറ്റീവ് സംഖ്യകൾ. എന്താണ് പോസിറ്റീവ് സംഖ്യകൾ എന്ന് പറഞ്ഞാൽ? 0ത്തേക്കാൾ കൂടുതൽ. അതായത് സംഖ്യകളെ ഡിവൈഡ് ചെയ്തു. ഒന്ന് 0ത്തേക്കാൾ കൂടുതലും മറ്റൊന്ന് 0ത്തേക്കാൾ കുറവും. 0ത്തേക്കാൾ കൂടുതലുള്ളതിനെയാണ് അതിസംഖ്യകൾ അല്ലെങ്കിൽ പോസിറ്റീവ് സംഖ്യകൾ എന്ന് പറയുന്നത്. 0ത്തേക്കാൾ താഴെയുള്ള സംഖ്യകളെയാണ് നെഗറ്റീവ് സംഖ്യകൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നെഗറ്റീവ് ഉണ്ടോ ചോദിച്ചാൽ അതില്ല. പക്ഷെ നമ്മൾ മാത്തമാറ്റിക്സിൽ സൗകര്യത്തിന് വേണ്ടി പ്രാക്ടിക്കലായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ. യഥാർത്ഥത്തിൽ തെക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ വടക്ക് എന്നുള്ളത് നെഗറ്റീവായിട്ട് എടുക്കാൻ സൗകര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അതാണ് അതിൽ പറയാനുള്ളത്. പിന്നെ അതിസംഖ്യകൾ, അതോടൊപ്പം തന്നെ ന്യൂനസംഖ്യകൾ. ന്യൂനസംഖ്യകൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സംഖ്യകൾ ആണ് വരുന്നത്. പിന്നെ വരുന്നത് പൂർണ്ണസംഖ്യകൾ. മറ്റു പരിപൂർണ സംഖ്യകളായിരുന്നു. ഇത് പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? അതിസംഖ്യകളും പൂജ്യവും. അപ്പൊ നേരത്തെ പറഞ്ഞ ആളായി ആരാ? അല്ല, അതിസംഖ്യകളും പൂജ്യവും പിന്നെ ന്യൂനസംഖ്യകൾ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. 0 മുതൽ 0 എണ്ണസംഖ്യകളോട് കൂടി 0 കൂടി ചേർത്താൽ എന്തായി? അത് അഖണ്ഡ സംഖ്യയായി. പിന്നെ വരുന്നത് എന്താ? എന്തൊക്കെയാ നമുക്ക് അതിൽ പറയാനുള്ളത്? പിന്നെ 0ത്തോടും പിന്നെ പൂർണ്ണസംഖ്യകളും പിന്നെ നെഗറ്റീവ് സംഖ്യകളും അതിസംഖ്യകളും എല്ലാം കൂടി ചേരുന്നതാണ് പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്. പിന്നെ പരിപൂർണ സംഖ്യ എന്നുള്ളൊരു വാക്ക് നമ്മൾ പഠിച്ചു. അതെന്താണ്? അതിന്റെ ഘടകങ്ങളൊക്കെ പാടെ കൂട്ടിയാൽ ആ സംഖ്യ തന്നെ കിട്ടണം. അതാണ് പരിപൂർണ സംഖ്യ. ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ 6 ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് റാഷൻ നമ്പേഴ്സ്, ഇറാഷൻ നമ്പേഴ്സ്. അതായത് ഭിന്നക സംഖ്യകൾ, ഭിന്നകങ്ങളും അഭിന്നകങ്ങളും. എന്താണ് ഭിന്നകങ്ങൾ എന്ന് ചോദിച്ചാൽ ഭിന്നകങ്ങൾ P/Q പോലെ എഴുതാൻ പറ്റുന്നൊക്കെ ഭിന്നകങ്ങളാണ് എന്നാണ് പറയുന്നത്. P/Q പോലെ എഴുതാൻ പറ്റാത്തതൊക്കെ അഭിന്നകങ്ങൾ. ഇപ്പൊ √3 എന്നുള്ളത് അഭിന്നകത്തിൽ വരും എന്ന് നമുക്കറിയാം. ചിലതൊക്കെ നമ്മൾ അഭിന്നകത്തിലേക്ക് വരും. അത് നമുക്ക് വീണ്ടും വരുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ വരുന്ന അതീത സംഖ്യകൾ എന്ന് പറയുന്നുണ്ട്. ചില സംഖ്യകൾക്ക് നമ്മൾ ഒരു അതേപോലെ തന്നെ വില കൊടുക്കും. ഇപ്പൊ പൈ, ലോഗ്, e⁻x പോലുള്ള കാര്യങ്ങൾ അത് നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാം. പൈയുടെ വില എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല. 3.14 അവിടെ അവസാനിക്കുന്നതേ ഉള്ളൂ. അത് അവസാനിക്കുന്നില്ല, പിന്നെയും പോകുന്നതാണ്. പിന്നെ രേഖീയ സംഖ്യകൾ. എന്താ രേഖീയ സംഖ്യകൾ? സിമ്പിളാണ്. രേഖയിൽ അടയാളപ്പെടുത്തുന്ന ഒക്കെ രേഖീയ സംഖ്യകളാണ്. രേഖയിൽ അടയാളപ്പെടുത്തുന്ന ഒക്കെ രേഖീയ സംഖ്യകളാന്ന് പറയുമ്പോൾ എന്തായി? അവിടെ ഭിന്നസംഖ്യകളൊക്കെ രേഖീയ സംഖ്യകളായിട്ട് മാറും. അപ്പൊ നമുക്ക് 3-1 എന്നുള്ള ഒരു രേഖ വരച്ചാൽ അതിൽ അടയാളപ്പെടുത്താം. രേഖീയ സംഖ്യകൾ അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. രേഖയിൽ അടയാളപ്പെടുത്താൻ പറ്റുന്നതെല്ലാം രേഖീയ സംഖ്യകളാണ് എന്നുള്ളത്.
അത് മൊത്തം വരുന്നതാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എല്ലാം വരുന്നുണ്ട്, പോസിറ്റീവും നെഗറ്റീവും പൂജ്യവും ഭിന്നസംഖ്യയും എല്ലാം അതിൽ വരുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. നമ്മള് സംഖ്യകളെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാവണം നമുക്ക് പരീക്ഷയ്ക്ക്. അതിനു വേണ്ടി മാത്രം പറയുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വിശദീകരിക്കുന്ന മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും സംശയങ്ങളെ മാത്രമേ നമുക്ക് അതിൽ പറയാനുള്ളൂ. പിന്നെ വരുന്നത് സങ്കലന വിപരീതം. അറിയാലോ എന്താ സങ്കലന വിപരീതം? അതായത് രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ 0 വരണം. രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ 0 വരുന്ന ആണെങ്കിൽ ഒന്നാമത്തെ സംഖ്യയെ രണ്ടാമത്തെ സംഖ്യയുടെ സങ്കലന വിപരീതം എന്ന് പറയാം. രണ്ടാമത്തെ സംഖ്യയെ ഒന്നാമത്തെ സംഖ്യയുടെ സങ്കലന വിപരീതം എന്ന് പറയാം. ഉദാഹരണം എന്താ? +5 -5. +5 -5 കൂട്ടിയാൽ 0 ആണ് വരുന്നത്. +5ന്റെ സങ്കലന വിപരീതം -5. -5ന്റെ സങ്കലന വിപരീതമാണ് +5. അതായത് സംഖ്യയുടെ ചിഹ്നം മാറ്റിയാൽ എന്ത് കിട്ടും? സങ്കലന വിപരീതം കിട്ടും. 1000 ആണെങ്കിൽ 1000ത്തിന് +1000 ആണെങ്കിൽ അതിനെ ചിഹ്നം മാറ്റിയാൽ -1000 എന്ന് കിട്ടും. അപ്പൊ 1000ത്തിന്റെ അല്ലെങ്കിൽ +1000ത്തിന്റെ സങ്കലന വിപരീതമാണ് -1000. പിന്നെ ഗുണന വിപരീതം നമുക്കറിയാം. എന്താണ് ഗുണന വിപരീതം? രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 1 കിട്ടണം. തമ്മിൽ ഗുണിച്ചാൽ 1 കിട്ടും. 3നെ ഏതുകൊണ്ട് ഗുണിച്ചാലാണ് 1 കിട്ടുക? 3ൽ 1 അല്ലെങ്കിൽ 1/3 ആണ്. അപ്പൊ 3ന്റെ ഗുണന വിപരീതമാണ് 3ൽ 1. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കാര്യമായിട്ട് വരുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? മുഖവിലയും സ്ഥാനവിലയും എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. അതെന്താ സംഭവം? മുഖവിലയും സ്ഥാനവിലയും. മുഖവില എന്ന് പറഞ്ഞാല് അതേ വില തന്നെ. അതേ വില. സ്ഥാനവില എന്ന് പറഞ്ഞാൽ 1000 ആണെങ്കിൽ 1000 ഏത് സ്ഥാനത്താണെന്നുള്ള 1, 10, 100 7 ആണെങ്കിൽ 7 ഇപ്പൊ 1000ന്റെ സ്ഥലത്ത് വന്നാൽ അത് 7000 ആണ് അതിന്റെ സ്ഥാനം. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ചെറിയൊരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്ന കാര്യം മാത്രമേ. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്ന് നോട്ട് ചെയ്യാനുള്ളത് അതില് എന്താണ്? ഏറ്റവും ചെറിയ നിങ്ങളൊന്ന് ഒരാളൊന്ന് പിന്നെ അൺമ്യൂട്ട് ചെയ്തോളൂ. എന്നാ പിന്നെ പെട്ടെന്ന് പറഞ്ഞു പോവാം. അറിയാത്തത് മാത്രം പറഞ്ഞാൽ മതി. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? അല്ലെങ്കിൽ ചാറ്റിൽ പറഞ്ഞാൽ മതി. ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. പെട്ടെന്ന് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഒന്ന് ചാറ്റ് ചെയ്തോളൂ. എല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്യാം. അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും നമ്മൾ ചാറ്റ് ചെയ്ത് മുന്നോട്ട്. മെസ്സേജ് വരുന്നുണ്ടോ സാർ? ഒരു ചാറ്റ് വന്നിട്ടുണ്ട്. ഹായ്ന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? 1 ആണ്. സംശയമില്ലാത്ത കാര്യം 1. അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. അറിയുന്നവർ ചാറ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് സമയം വെറുതെ കളയേണ്ട വിചാരിച്ചിട്ട്. കാരണം ഇതൊക്കെ നമുക്ക് ഏകദേശ ധാരണയുള്ള കാര്യങ്ങളാണ്. വെറുതെ നമ്മൾ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഏറ്റവും ചെറിയ ഒരക്ക എണ്ണൽ അത് വേണ്ട. ഒരക്ക എണ്ണൽ സംഖ്യ 1 തന്നെ വരിക. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ അറിയുന്ന കാര്യമാണ്. പെട്ടെന്ന് ചാറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. രണ്ട്. ഓക്കെ. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ 2 സാർ. ആരും ചാറ്റ് ചെയ്യും നോക്കട്ടെ. 2 ചാറ്റ് വന്നിട്ട് ഞാൻ നോക്കാം. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ അല്ല. 2 എന്നുള്ളത് തെറ്റാണ്. 0 അഖണ്ഡ സംഖ്യ. 0വും എണ്ണൽ സംഖ്യകളും ചേർന്നതിനെയാണ് അഖണ്ഡ സംഖ്യ എന്ന് പറയാം. അപ്പൊ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ 0.
മറക്കരുത്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഏറ്റവും ചെറിയ ഘട്ടസംഖ്യ 0. പിന്നെ എന്താ അനന്യത എന്ന് പറഞ്ഞാൽ? സങ്കലനത്തിന്റെ അനന്യതം. അനന്യതം എന്ന് പറഞ്ഞാൽ അതിനോ 5നോട് കൂടി ഒരു സംഖ്യ കൂട്ടി 5 തന്നെ കിട്ടണം. അനന്യത ഏതാ? 0. അനന്യതം എന്ന് പറഞ്ഞത് അത് 0ആണ്. കാരണം 5 കൂടി 0 ചേർത്താൽ മാത്രമേ 5 കിട്ടുള്ളൂ. ബാക്കി എന്ത് ഇതാക്കിയാലും എന്താണ്, നമുക്കത് കിട്ടില്ല. അപ്പൊ സങ്കലനത്തിന്റെ അനന്യതം വേണമെങ്കിൽ എഴുതി വെച്ചോളാം. സങ്കലനത്തിന്റെ അനന്യതം 0. അപ്പൊ ഗുണനത്തിന്റെ അനന്യത എന്താവും? സങ്കലനത്തിന്റെ അനന്യതം 0 ആണെങ്കിൽ ഗുണനത്തിന്റെ അനന്യതം ഒരു ആരാണ്? സയോമി 2311. അവരുടെ പേരെന്ന് പറഞ്ഞാൽ ഉപകാരം. ഇതിലെങ്ങനെയാ വരുന്നത്? പേര് പറയൂ. സയോമി 231 DR എന്നാ വരുന്നത്. ഓക്കെ, ഗുണനത്തിന്റെ അനന്യതം 1 ആണ്. ഗുണനത്തിന്റെ അനന്യതം 1 ആണ്. 5നെ 1 കൊണ്ട് ഗുണിച്ചാൽ 5 തന്നെ കിട്ടും. 10നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1, പിന്നെ 10 തന്നെ കിട്ടും. അപ്പോ ഗുണനത്തിന്റെ അനന്യതം 1 ആണ്. പിന്നെ വരുന്നത് കേവല വില. എന്താ കേവല വില? അത് ചിഹ്നം ചേർക്കാതെ പറയുന്നതിനാണ് കേവല വില എന്ന് പറയുക. അങ്ങനെയാണ് ഈ -1ന്റെ കേവല വില എത്രയാണ്? -1ന്റെ കേവല വില എത്രയാണ്? ചാറ്റ് ചെയ്തോളൂ. -1ന്റെ കേവല വില പെട്ടെന്ന് ചാറ്റ് ചെയ്തോളൂ അറിയുന്ന ആളുകൾ. സാറേ, അതെ, ഒന്ന് മ്യൂട്ട് ചെയ്യണം. സുബ മനോജ് 1. -1ന്റെ കേവല വില 1 ആണ്. ഓക്കെ, ആ ചിഹ്നം -5 ആണെങ്കിൽ അതിന്റെ അത് 5 ആണ്. അത്രയുള്ള ഞാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ പറഞ്ഞു പോവാന്ന് മാത്രം. അതേപോലെ +10ന്റെ +10ന്റെ കേവല വില 10 ആണ്. അവിടെ പോസിറ്റീവ് എന്നുള്ള ചിഹ്നം ആവശ്യമില്ല, 10 ആണ്. പിന്നെ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2. ഓക്കെ, നമുക്കറിയുന്ന കാര്യമാണ്. ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ, ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ ഏതാണ്? അറിയുന്നവരും ചാറ്റ് ചെയ്യാം. നമുക്ക് അങ്ങനെ ആവുമ്പോൾ കുറച്ചുകൂടി. 2 ഭാജ്യസംഖ്യ. ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ 4 ആണ്. കാരണം 1 2ലും പെടൂല, ഭാജ്യസംഖ്യ അഭാജ്യസംഖ്യ അല്ല. പിന്നെ 2 എന്താണ്? അഭാജ്യസംഖ്യയാണ്. 3 എന്താണ്? അഭാജ്യസംഖ്യയാണ്. പിന്നെ 4 മാത്രമേ അതല്ലാതെ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഏതാ ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ? 6. അത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. നമ്മൾ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല, കാര്യങ്ങൾ പെട്ടെന്ന് പറയുന്ന ഇതിൽ മാത്രമേ ഉള്ളൂ. ഞാൻ സിലബസ് 2 സാർക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ സിലബസ് നോക്കിയിട്ടാണ് ഇപ്പൊ പോണത് ഇതില്. സംഖ്യകളും പിന്നെ അത് കഴിഞ്ഞ LGS നോക്കുമ്പോ പിന്നെ LGS ഓട്ടോമാറ്റിക് വന്നോളും. പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. LDC LGSനെക്കാൾക്കും
ഉയർന്നതല്ലേ. അപ്പൊ അത് പഠിച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക് മറ്റത് ഈസി ആയിരിക്കും. അതിലിപ്പോ നമ്മളെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നുള്ളതാണ് ഒന്നാമത് നിങ്ങൾ വരുന്നത്. അപ്പൊ സംഖ്യകളെ കുറിച്ചുള്ള ഒരു ധാരണയാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ അടിസ്ഥാന ക്രിയകൾ എന്ന് പറഞ്ഞാൽ ചതുഷ്ക്രിയകളാണ് നമുക്ക് വരുന്നത്. അത് നമുക്ക് ഇത് അടുത്ത ദിവസം എടുക്കാം. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തീർത്തു പോയാൽ നമുക്ക് അറിയാത്ത ഭാഗങ്ങൾ കുറച്ചുകൂടി ഉപയോഗപ്പെടുത്താൻ പറ്റും സമയം. നിങ്ങളെ കമന്റ് ചെയ്യുക, കൃത്യമായി കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് കമന്റ് ചെയ്തോളൂ. നെഗറ്റീവ് പറഞ്ഞാൽ എനിക്കൊരു വിഷമമില്ല, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളോ അത് സ്പീഡ് കൂടുതലാണോ എല്ലാം നിങ്ങൾക്ക് പറയാം. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് കൃത്യമായി ഒന്ന് വിലയിരുത്താൻ നിങ്ങൾക്ക്, അതിനനുസരിച്ചിട്ട് ഞാൻ ക്ലാസ്സുകളിൽ മാറ്റം വരും. അത്രയും കാര്യങ്ങളെ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൃത്യം 8 മണിക്ക് തന്നെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്നിപ്പോ ക്ലാസ്സിലുള്ളത് 6 ആളുകളാണ്. ഇന്ന് പിന്നെ ചിലപ്പോൾ ഇതൊക്കെ സിമ്പിൾ അല്ലേ വിചാരിച്ച് വിട്ടുപോയിട്ടുണ്ടാവും ചിലര്. അത് വലിയ കാര്യങ്ങളല്ലല്ലോ എന്നുള്ള രീതിയിൽ പോയതായിരിക്കും. കുഴപ്പമില്ല, ആവശ്യമുള്ളപ്പോൾ കയറി. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night all. Right.